എന്താടാ കാണുന്നത്? എന്താ പെട്ടെന്ന് പടം 1:30 വെറുതെ പോയി ശശിയായി. നിങ്ങളെന്താ ഫോണിൽ കാണുന്നത്? ഒരു ഷോർട്ട് ഫിലിമാ. തുടങ്ങിയാണല്ലോ. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ? 2 മാസം കഷ്ടപ്പാടാ കഴിഞ്ഞ്. ഇന്ന് എക്സാം ആയിട്ട് അടിച്ചു കൊടുത്താലും പിന്നെ എപ്പോഴാ ഇന്ന് ചാകയാണ് ചാവട്ടെ. ആ ബൈക്കാർ തീർന്നതാ തോന്നുന്നേ. നമുക്ക് വേറെ രക്ഷപ്പെടാം. മാഗസിൻ്റെ കാര്യമല്ല, വേറെ നിന്റെ കാര്യമൊന്നുമല്ലോ. നിങ്ങൾ ഇത്ര നേരത്തെ ഒന്നും ഇവിടെ കുത്തിവെച്ചിരുന്നത് നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. നമ്മുടെ മാഗസിൻ കമ്മിറ്റിയുടെ ജോലികൾ നമുക്ക് നാളെ കൊണ്ട് തീർക്കണം. അതിലേക്കൊരു ലേഖനം കൂടി കിട്ടിയാൽ പ്രിന്റിംഗ് ജോലികൾ തുടങ്ങാം. എന്നാ പിന്നെ എൻ്റെ 2 കവിതയായാലോ? ദിനേശാ, വേണ്ടാത്തോണ്ടാ. നിന്റെ തിരക്ക് തന്നെ അന്യായ വെറുപ്പിക്കലായിരുന്നു. എൻ്റെ തിരക്കഥയെ പറഞ്ഞോണ്ടല്ലോ. അത് വിട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടോ? എനിക്കൊരു നല്ല ഐഡിയ കിട്ടി. നമുക്ക് റോഡ് അപകടങ്ങളെക്കുറിച്ചൊരു ലേഖനമായാലോ? അതൊരു ക്ലീശ ആയിട്ടോ. അതിന്നും പ്രസക്തമായൊരു വിഷയമാണ്. എത്ര പേരുടെ ജീവനാണ് ഇന്ന് റോഡുകളിൽ ഇല്ലാതാവുന്നത്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമാണെന്ന്. സിദ്ധാർത്ഥ പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോൾ ആ ജോലി നിന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നീ നാളെ മാച്ച് എഴുതിക്കൊണ്ട് വരണം. നീ ദൈവത്തെ ഓർത്തിൻ്റെ തിരക്കഥ തരായിരുന്നു. അതിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അതുകൊണ്ട് ഇട്ടാ മാഗസിനിലെ ഹലോ. നീ എഴുതി തുടങ്ങിയോ? നാളെ വരുമ്പോൾ നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. ആ ദിനേശിനെ കൂട്ടണ്ട. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്താ ഡീലിങ്സ്? പൊതുവേ ഞാൻ ആരുടെ കാര്യത്തിലും ഇടപാടില്ലെങ്കിലും നിന്നെ ലവ് സ്റ്റോറി കേൾക്കാൻ ഒരു താല്പര്യം. ഓഹോ, എത്ര നാളായി നീ എൻ്റെ കൂടെ കൂടിയിട്ട്? ഇപ്പോഴെങ്കിലും നീ നിൻ്റെ കാര്യം പറയാനല്ലാതെ വാ എന്ന് തുറന്നല്ലോ. സമാധാനമായി. പിന്നെ എൻ്റെ കഥ എന്നൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടടാ. ഓ സാരമില്ല,
എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നീ വിസ്തരിച്ച് പറഞ്ഞാൽ മതി. ആ എന്നാ പറയാം. ഒരു 3 കൊല്ലം മുമ്പ് തട്ടത്തിമറയത്ത് റിലീസായ കാലം. കേരളക്കാരെ ആകെ റൊമാൻസിൽ മുങ്ങി പട ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. തട്ടത്തിമറയത്തൊരു 3 തവണ കണ്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചപ്പോൾ നമുക്കൊരു ലൈനൊക്കെ വേണമെന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്, അല്ല ആദ്യമായി ശ്രദ്ധിക്കുന്നത്. ഓളാ തട്ട വിട്ട ഉണ്ടല്ലോ എൻ്റെ സാറേ. അതിനോൾക്കെവിടെയാ തട്ടം? ഇപ്പൊ കേട്ടാ ചവറ് ശബ്ദമുണ്ടല്ലോ, ഇത് അവിടെ നിന്നാ ആ ഫയറിനുള്ളിൽ നിന്ന്. മനാഫ്. അല്ല സിദ്ധാർത്ഥ്, അവളതിന് ക്രിസ്ത്യാനിയല്ലേ? അവൾക്കെവിടെയാ തട്ടം? അതവള് പള്ളി പോകുമ്പോൾ തട്ടിട്ടാ പോകുന്നത്. ഈ നീമ്പോളി പടങ്ങളിൽ അജി വർഗീസിനെ പോലെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചവനാണ് മനാഫ്. റൂംമേറ്റ്, ബെസ്റ്റ് ഫ്രണ്ട്. അവൻ അറിയാത്ത ഒരു രഹസ്യം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ അങ്ങ് പ്രപ്പോസ് ചെയ്താലോ? ഛേ, നീ നശിപ്പിക്കല്ലേ. നമ്മൾ വെയിറ്റ് ഇട്ടിരിക്കണം. അതുമല്ല, ഇനി അവളുടെ മനസ്സിൽ വേറെ വല്ല പ്രേമമുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? അല്ലെ നീ ശശിയാകില്ലേ? അപ്പം പിന്നെ ഞാൻ ഏറ്റു ബ്രോ. അവളുടെ മനസ്സിൽ നീ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടേ ഇനി ഈ മനാഫിന് ഉറക്കമുള്ളൂ. ഇത് സത്യം, സത്യം, സത്യം. അങ്ങനെ കാലങ്ങൾ ഓടി നീങ്ങി. ആൻ തോമസ് അങ്ങനെ സെറ്റായി. വയറ്റിൽ എന്തോ പോലെ. വൈകിട്ടത്തെ ഫുഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ വരാം. ഷേ, ആ ഫ്ലോ അങ്ങ് പോയി. നമ്മളെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? ആൻ തോമസ്. അവള് സെറ്റായി. എനിക്കല്ല, ആ കള്ള നായിൻ്റെ മനാഫിന്. ഒരുമാതിരി മുംബൈ ഇന്ത്യൻസിനോട് തോറ്റ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസ്ഥയാണ് എനിക്ക്. And a good diving save down there by Ben Hilfenhaus. I think the third umpire will have a look. Oh, it's going to be a run out. A foolish third run has caused the run out for Chandimal. I'm sure the umpires... അളിയ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഞെട്ടരുത്. ഓളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് സാരമില്ല. ഓള് പോയാ ഓളുടെ അനിയത്തി. എനിക്കത്രേ ഉള്ളൂ. ബ്രോ, നീ വലിയവനാടാ. മോനെ, അതുവരെ റൊമാൻറ്റിക് പാട്ടുകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് മാറ്റി ഡെസ്പ് പാട്ടുകളിലേക്ക് കൂപ്പുകുത്തി. ഡി, എന്നിട്ട് പറ. എന്നിട്ട് ആ ആ പിറ്റേന്ന് രാവിലെ ഞാൻ റൂം മാറി. കാരണം പറഞ്ഞതോ, ഫാനിന് കാറ്റ് പോരാന്ന്. അങ്ങനെ ഞാൻ നിൻ്റെ റൂംമേറ്റായി. അവനും അവൻ്റെ ഒരു ആനും. അവളും അവനും തല്ലിപ്പിരിഞ്ഞ് എൻ്റെ മുന്നിലൂടെ നടക്കും. അത് കണ്ട് ഞാനും എൻ്റെ കാമുകിയും പൊട്ടിച്ചിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നട. ഹോ, ഈ പഴയ മലയാള പടമൊക്കെ എന്ത് കോമഡിയല്ലേ. ചിരിച്ചിരിച്ച് ചാകും.
അവൻ്റെ അമ്മൂമ്മയുടെ ഒരു കോമഡി. മനുഷ്യനിവിടെ അന്തം കുന്തം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കാലങ്ങൾ ഉസൈൻ ബോൾട്ടിനെ പോലെ അങ്ങ് ഓടിത്തുടങ്ങി. ഞാനാണെങ്കിൽ അന്നും ഇന്നും ശശി. ഓ, എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. എന്താ ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? പ്ലാനേ, എന്ത് വില കൊടുത്തും അവരെ തമ്മിൽ തല്ലിപ്പിരിക്കണം. കട്ട് ഇറ്റ്. നീ ഈ സിനിമയിൽ നായകനാ, അല്ലാതെ വിന്നലല്ല. അങ്ങനെ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. പ്ലാൻ ബി, വെള്ളമടി. അയ്യോ, അങ്ങനെ സകല റൊമാൻസും മറന്നു ഒരു കിളി പോയ ലോകം. നേരെ കോളേജിലെ പ്രധാന വെള്ളമടി സംഘത്തിലേക്ക്. അവിടെ ചെന്നപ്പം നീ എന്താടാ ഇവിടെ? ഇവിടെ കോളേജ് സ്പ്രൈറ്റ് ഒന്നുമില്ല, എല്ലാം മിക്സഡ് മാത്രം. അല്ല, ഞാനിവിടെ നീയൊക്കെ വെള്ളമടി തുടങ്ങിയിട്ട് വേണം വെള്ളമടിക്കാൻ ഞങ്ങളെയും കൂടി വില കളയാൻ. സ്ഥലം വിട്. അങ്ങനെ ആ പ്ലാനും പൊളിഞ്ഞ്. ഇനി പ്ലാൻ സി. ഇനി വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാം. കൊള്ളാം, നല്ല ഐഡിയ. ഇവള് വേണ്ട, ഇവളും വേണ്ട. റിവൈൻഡ്. ഇവളോക്കെ. കമല. What? I tell you to interpret the radiograph. What, Kamala? അമിലോബ്ലാസ്റ്റമ. Okay, now tell me the clinical features of amyloblastoma. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫസ്റ്റ് ലവ് അത് ഫസ്റ്റ് ലവ് തന്നെയാണ്. മനാഫും ആനും ഒരുമിച്ച് കാണുമ്പോൾ ഒക്കെ മനസ്സിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. सच है कि दिल तो दुखा है हमने मगर सोचा है दिल को है गम क्यों आँख है नम क्यों होना ही था जो हुआ है उस बात को जाने ही दो जिसका निशान कल हो न हो हर पल यहाँ जी भर जियो. ഒരു 5-6 തവണയാണല്ലോ നീ പടരുന്ന് കാണുന്നത്. നിനക്കിതുവരെ കഥ മനസ്സിലായില്ലല്ലേ? ഇതാ ഞാൻ ഈ ഹിന്ദി പടം ഒന്നും കാണാത്തെ. നീ ആ ലാപ്പിങ്ങതാ. അബദ്ധം പറ്റാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ പറ്റിയ അബദ്ധം ആവർത്തിക്കുമ്പോൾ അല്ലേ നമ്മൾ മണ്ടന്മാരാകുന്നത്. അതിന് ഞാൻ തയ്യാറല്ല. കമല, നീ കമലയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് വരാമോ? വലിയ മാരി മീ കമല. ഇതൊക്കെയായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട പ്രപ്പോസൽസ്. പക്ഷെ നടന്നതോ എന്തോ പറയണമെന്ന് വിചാരിച്ചല്ലോ. കിട്ടി. കമല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്നോ നിന്റെ സ്റ്റാറ്റസ് സിംഗിൾ ആണെന്നോ എന്നൊന്നും നോക്കാൻ ഞാൻ മെനക്കെട്ടില്ല. എനിക്ക് നിന്നോടിത് പറയണമെന്ന് തോന്നി, പറഞ്ഞു. നിനക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീട് ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്തായാലും എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. വലിയ ഹീറോയിസം കാണിച്ച് ഡയലോഗൊക്കെ പറഞ്ഞെങ്കിലും അവളൊന്നും തിരിച്ചു പറയാത്തത് എന്നെ തളർത്തിക്കളഞ്ഞു. ഇവക്ക് വേണ്ടി കൊണ്ട മഴയും വെയിലും എല്ലാം വെറുതെ ആകുമോ ദൈവമേ? മൊത്തത്തിലൊരു ചേഞ്ച് വേണം. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടത്തക്ക ഒന്നുമില്ല കയ്യിൽ. പഠിക്കാനും പോരാ, ഡാൻസും പാട്ടും തൊട്ട് തീണ്ടിട്ടില്ല. നമുക്ക് മാറ്റിയെടുക്കണം. പാട്ട് പഠിച്ചാലോ? അതാകുമ്പം ഗേൾസിനൊക്കെ ക്രേസാണല്ലോ. പാട്ട് പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് കോളേജിലെ സ്റ്റാർ സിംഗർ ഡൂഡിൻ്റെ അടുക്കൽ.
अपने करम ही कर गाए कर दे इधर भी तू निगाहें सुन रहा है ना तू रो रहा हूँ मैं सुन रहा ഹാ അല്ല ഇതാര് സിദ്ധാർത്ഥോ? ചെന്ന് കയറിയത്തെ ചോദ്യം വന്നു, എന്തുണ്ട് കൈ ദക്ഷിണ? കയ്യിലിരുന്ന ബീർ കുപ്പി കാൽക്കിൽ ദക്ഷിണ സമർപ്പിച്ചു. അങ്ങനെ സംഗീതത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങി. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. നീ ആർട്സ് ഫെസ്റ്റിവലിന് ഒരു കലക്കും മോനെ. ആർട്സ് ഫെസ്റ്റ് പരിപാടി മൂഞ്ചി. ലാലിസമായിരുന്നു ഇതിലും ഭേദം എന്ന് ജൂനിയേഴ്സ് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഷേ, ആകെ നാറി. അവനെ പാട്ട് പഠിപ്പിച്ചത് നീയല്ലേടാ ദണ്ഡി എന്ന് പറഞ്ഞായിരുന്നു അവരെല്ലാം കൂടെ എന്നെ തല്ലിയത്. അവൻ സ്റ്റേജിൽ കയറി ഈ പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. തളരരുത് രാമൻകുട്ടി, തളരരുത്. ജീവിതത്തിൽ യഥാർത്ഥ തോൽവി ശ്രമിക്കാതിരിക്കുമ്പോഴാണെന്നല്ലോ ആരോ പറഞ്ഞത്. ഇല്ല, ഞാൻ തളരില്ല. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഇനി സ്പോർട്സ് ആയാലോ? അയ്യോ വേണ്ട. കിട്ടി, സാഹിത്യം. സാഹിത്യപ്പറ്റി ABCD പോലും അറിയാത്ത എനിക്ക് ഇൻസ്പിറേഷൻ ആയത് ഐഡിയയുടെ പരസ്യമാണ്. मैं डिसाइड करूंगा कि मुझे क्या सीखना है. I am from IIN. അത് തന്നെ, ആണുങ്ങൾ എഴുതി വെച്ച നല്ല നല്ല കഥകൾ, കവിതകൾ ഇവയൊക്കെ നല്ല രീതിയിൽ മോഷ്ടിക്കുക. മോഷണകലയിൽ അഗ്രഗണ്യനായ എനിക്ക് അത് തീർത്തും അനായാസമായിരുന്നു. എൻ്റെ തൂലിക ചലിച്ചു തുടങ്ങി. അന്ന് പെയ്ത മഴയിൽ കുതിർന്ന ഞാനും എൻ്റെ മുറിവേറ്റ മനസ്സും. ഇത്തവണ സംഭവം പൊളിച്ചു. കോളേജ് മുഴുവനും എനിക്കൊരു സാഹിത്യാരം പരിവേഷം കിട്ടി. അങ്ങനെ ഞാൻ ആരോ ആയി മാറിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ കോപ്പിയടി നിർത്തി. സ്വന്തം കയ്യിൽ നിന്ന് ഓരോ ഐറ്റംസ് ഇട്ടു തുടങ്ങി. ഇതിനിടയിൽ കമലയോട് ഓരോ ദിവസം അടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഫോൺ കോളി വരെ എത്തി നിൽക്കുന്നു ഈ ബന്ധം. നാളെ ട്വിസ്റ്റൊന്നും ഇല്ലെങ്കിൽ ഇത് പൂവണിയും. എനിക്കറിയാം എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നല്ലൊരു ഐഡിയയുമായി സിദ്ധാർത്ഥ് വരുമെന്ന്. പക്ഷേ ഇത്തവണത്തെ ആശയം കൊള്ളാം. റോഡ് അപകടങ്ങളെക്കുറിച്ച്. നാളെയെങ്കിലും അവനോട് എൻ്റെ മനസ്സ് തുറക്കണം. മോളെ കൊള്ളാം. അപ്പൊ ഇതായിരുന്നു മാഗസിൻ കമ്മിറ്റിയുടെ പുറകെ. ഞാനൊന്ന് മറിച്ച് നോക്കട്ടെ ഇതിന്റെ അകത്ത് എന്താണ്. ഇന്നും വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എല്ലാ വീട്ടിലും ലവ് മാരേജിനെതിരെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. നിനക്ക് സുഖമാണോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലെങ്കിലും നീ അവിടെ വല്ല ചെറുക്കനെ നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ഷുവറായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ ആരോടും തോന്നിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സിൽ അത്ര തരക്കേടില്ലാത്ത ഒരുത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആളെ കണ്ടാലറിയാം പാവമാണ്. ഒടുവിൽ ഞാനൊരുത്തിനെ കണ്ടുപിടിച്ചല്ലോ. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഓരോ ദിവസം കഴിയുന്തോറും അവനോടുള്ള എൻ്റെ ഇഷ്ടം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. കമലേ, കമലേ, നീ ഏത് ലോകത്താടി? അങ്ങനെ സിദ്ധാർത്ഥിനെ സ്വപ്നം കണ്ട് ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ്
എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കരയിപ്പിച്ച ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അവന് ക്ലാസ്സിലെ ആനിനോടൊരു സോഫ്റ്റ് കോൺ. അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ലുക്കും. ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി. എനിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്നതിനോടെല്ലാം ദേഷ്യമായി. ഒരുമാതിരി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ. എൻ്റെ ബ്ലോഡ് റൈഡ് നീ എടുത്തോ? അടി, ഞാനെടുത്ത് പുഴുങ്ങി തിന്നു. അങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സിലെ 2 BBC-കളുടെ കൂലങ്കഷമായ ചർച്ച ഞാൻ കേട്ടത്. Hey, good morning all. Today's top headline, Manaf and Arun, the new officially announced romantic pair in the college. A reporter Myers said that. നീ അറിഞ്ഞോ നമ്മുടെ ആന സെറ്റപ്പായി? നമ്മുടെ മനാഫായിട്ട്. സത്യാണോ? സത്യം. എൻ്റെ മനസ്സിൽ 1000 ലഡ്ഡു പൊട്ടി. ചെലവ് വേണം, കൊച്ചു കള്ളി. ഞാൻ പാതി കണ്ട സ്വപ്നങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ പെയ്തിറങ്ങി. അങ്ങനെ റൂട്ടൊക്കെ ക്ലിയറായി നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. ഇതാ സിദ്ധാർത്ഥ് നടന്നു വരുന്നു. അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഉയ്യോ, പക്ഷെ ചാടിക്കയറി ഇഷ്ടമാണെന്ന് പറയണ്ട. അവൻ കുറെ നാൾ അവളുടെ പിറകെ നടന്ന് എന്നെ തീതിരിച്ചതല്ലേ. പിന്നെ ഓരോ ദിവസവും അവനോട് മറുപടി പറയണമെന്ന് ഓർക്കും. പക്ഷെ ഒരു ദിവസവും അതിനുള്ള ധൈര്യം കിട്ടാറില്ല. പിന്നെ അവൻ്റെ കഥകളും കവിതകളും ഒക്കെ ആയപ്പോൾ അവനോടുള്ള ഇഷ്ടം ഇരട്ടിച്ചു. അപ്പോൾ ഞങ്ങളാരും അറിയാതെ ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ഇവിടെ നടക്കുന്നുണ്ടല്ലേ? നീ ഇതിങ്ങനെ ആരോടും പറയാതെ നടന്നോ? അവസാനം അവൻ വേറെ ആരുടെങ്കിലും കൈ പിടിച്ച് നടക്കുന്ന കാണേണ്ടി വരും. ഇന്നാ ഇപ്പം തന്നെ വിളിച്ച് പറ. അത് പിന്നെ നാളെ നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹായ്ടാ. എന്താ ഇവിടെ വീണ്ടും ലിസ്റ്റായോ? ഡാ, ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് വേണ്ട. എന്ത് പറയും? അന്ന് നീ ചോദിച്ച കാര്യമില്ലേ, അതെനിക്ക് ഓക്കെ. അത് മതി. അവനെ കാണുന്നില്ലല്ലോ. അവിടെ വരെ ഒന്ന് പോയി നോക്കാം.
മനാഫേ മനാഫേ എണീക്കടാ മനാഫേ. ആ ബൈക്കാർ തീർന്നതാ തോന്നുന്നേ, നമുക്ക് വേറെ രക്ഷപ്പെടാം. ഇങ്ങോട്ടാണോ പോകുന്നത്? അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് മതി നിൻ്റെയൊക്കെ പോക്ക്. ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവന് ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. അതാ വരാൻ താമസിച്ചു. നിനക്കൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടായിരുന്നോ? അതുപോട്ടെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? അതെനിക്കറിയാം. അതെങ്ങനെ? എന്തായിരുന്നു അടിയുടെ ശക്തി? അപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്കെന്നെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ടർ ആരാന്ന് കൂടെ നോക്കിയിട്ട് നിർത്തടാ. കൊള്ളാം, നല്ല പടം. സൂപ്പർ. എന്നാൽ ഞാൻ പോട്ടെ, ബൈ. നോക്കടാ, കൊള്ളാം, നല്ല മെസ്സേജുള്ളൊരു പടം. പക്ഷേ ഇച്ചിരിയുടെയൊക്കെ നന്നാക്കായിരുന്നു. അതെ, തൂക്കിടാതെ ആ ഹെൽമെറ്റ് എടുത്ത് അവന് തലയിൽ വെച്ചൂടെ? ഇവനൊക്കെ എത്ര കണ്ടാലും. പൂരമായി പൊടി പറത്തിയതോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത അകിലടിച്ചൊരു മുകളിൽ നഗര മുകളിൽ പുറമയായി കുഴലുമായി കൊടുകൊടി കൊടുക്കാൻ ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത അയ്യോ, കത്തിക്കില്ലേ? ഇവന് പുറകിൽ നിന്നും കൂടി ഫോക്കസ് ചെയ്ത്